എല്ലാരും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാ അങ്ങനെ എനിക്ക് ഇതുണ്ടെന്ന് ആദ്യം എനിക്ക് തുറന്ന് പറഞ്ഞൂടെ? ഞാൻ ഈ പൈസ ഇല്ലാത്തടത്ത് പലിശക്ക് മേടിച്ചിട്ടാണ് അന്ന് പച്ചക്കുപ്പായൊക്കെ വാങ്ങിയിട്ടേ. എനിക്ക് പൊന്നെടുത്ത ഭ്രാന്തുണ്ടായിട്ടല്ല. ഇന്ന് അന്ന് 2-3 എണ്ണം എനിക്ക് നിലവിലുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വേണമെന്ന് കണ്ടപ്പോ ഇല്ല മാസ്റ്ററെ. ഒന്ന് നിർത്തടോ ഈ വള 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 ആ കുട്ടി പറഞ്ഞു കേട്ടില്ല താൻ. ഇത്രയും സീരിയസ് ആവുമെന്ന് കരുതിയില്ല. പോട്ടെ, കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കുക. തെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും കുട്ടി വിഷമിക്കണ്ട. പെണ്ണിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഈ കാലത്ത് നടക്കില്ല. പൊക്കോളൂ. മനസമാധാനത്തോടുകൂടി കുട്ടി പോയിക്കോ. എന്താ മാർഗം ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചെല്ലേ. കല്യാണക്കാരും വരുമ്പോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെയാ. കരച്ചിലും പിടിച്ചലും വിഷമവും ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തു വന്നാലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എപ്പോഴാണാവോ? ദേ, ഇതൊരു നല്ല ആലോചനയല്ലേ മോളെ? അതങ്ങ് സമ്മതിച്ചേക്ക്. അച്ഛന്റെ എത്ര കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണിത്. എത്ര ശ്രമിച്ചിട്ടാ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചത്? എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ ശ്രമിച്ചത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയില്ലേ? ആ തമ്പുരാനെയും കാത്തിരുന്നാലേ മൂത്ത് നരയ്ക്കും. നീ ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? ഇനി ഇങ്ങനെ ഒഴിക്കൊന്നും വേണ്ട. ഇതിങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. IAS തട്ടിക്കളാം. അയ്യോ, തട്ടുകേ, അതൊന്നും വേണ്ട. വേണ്ട. എന്നാ ഭരതം പിള്ളയെ തട്ടിയാലോ? അത് വേണ്ട. എന്നാ IAS തന്തേ തട്ടാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൊടുക്കരുത് ആയിരുന്നു ആവശ്യം. അല്ല, ഈ തട്ടലും മുട്ടലും അല്ലാതെ ഈ കല്യാണം മുടക്കാൻ വേറൊരു വഴിയുമില്ലേ? എനിക്കൊരു ഉഗ്രൻ ഐഡിയ. നമുക്ക് കല്യാണ പന്തലിൽ ഒരു പടക്കം പൊട്ടിച്ചാലോ? പന്നി പടക്ക അല്ല, സാധാരണ ഓലപ്പടക്കം. അയാളുടെ മോന്തക്ക് ഒന്ന് കൊടുത്തിടൂ. ദേ പറ്റേ, ആളിവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ തന്റെ ഒരു മണ്ടത്തരം പറയല്. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താ ഒന്ന് പറയണോ? കുട്ടിയുടെ പേരെന്താ? കവിത. കവിതയെ തട്ടിക്കളഞ്ഞാലോ? ഇതെന്തിനാ അങ്ങോട്ട് കൊടുക്കും? അതൊരു ഈ തട്ടണ വർത്താനം തന്നെയുള്ളൂ. ആളെന്താ ഫുട്ബോളാ? അതൊന്നല്ല, തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ ആര് തട്ടിക്കൊണ്ട് വരും? അതിന് പറ്റിയ പാർട്ടി എന്റെ കയ്യിലുണ്ട്. ബോംബെ അധോലോക നായകൻ ഗിൽബർട്ട് ഡിസൂസ.
വന്നു പോയി. See, he has VTAC. Yeah. He needs Silocaine drip and close monitoring. Does he need thrombolytic therapy? Yes, yes. എന്തായി വല്ല തുമ്പും കിട്ടിയോ? ഞങ്ങൾ ഇനി അരിച്ചു പറിക്കി നോക്കാത്ത ഒരു സ്ഥലവും ഇല്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ പരിസരം വിട്ട് അധിക ദൂരം പോകാൻ ന്യായമില്ല. ഈ ചുറ്റുപാടിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണാൻ സാധ്യത. എന്താ അവന്റെ ഉദ്ദേശം? ആഭരണങ്ങളാണോ അതോ ഇനി മറ്റുള്ളതായിരിക്കുമോ? ആഭരണങ്ങളായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം ഊരിയെടുത്ത് എവിടെയെങ്കിലും ഇറക്കി വിട്ടാൻ. ഇനി അമ്മാവനോടുള്ള വൈരാഗ്യത്തിന് ആരെങ്കിലും ചെയ്തതായിരിക്കും. കുട്ടിക്ക് ആരെങ്കിലുമായി വല്ല അടുപ്പമുള്ളതായിട്ട് അറിയോ? വല്ല പ്രേമോ? അങ്ങനെയൊന്നുമില്ല. വളരെ അച്ചടക്കത്തോടെ തന്നെ അമ്മാവൻ അവിടെ വളർത്തിയത്. ആ പാലക്കോളെ പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടല്ലോ, നിങ്ങളുടെ അമ്മാവിന്റെ കെട്ടിടത്തിൽ താമസിക്കുന്നവര്, അവരാൾക്കാരെങ്ങനെയാ? അവരാളുകൾ അത്ര ശരിയല്ലെന്നാ ഞാനും കേട്ടിട്ടുള്ളത്. അതെന്താ, കുഴപ്പക്കാരാണോ? ശ്രീകുമാർ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. പിന്നെ ആ വീട്ടിൽ എപ്പോഴും പാട്ടും ബഹളവും കേൾക്കാറുണ്ട്. പോരാത്തതിന് ഏതോ ഒരു പുസ്തിക്കാരൻ അവരോട് താമസിക്കുന്നുണ്ട്. അയാളാണ് ഈ സ്ഥിരം വെള്ളത്തില്. അവരവിടെ കവിതയ്ക്ക് ട്യൂഷൻ എടുത്തിരുന്നല്ലോ. ആ, 1-2 തവണ ഞാനും കണ്ടിട്ടുണ്ട്. ബൈക്ക് വടക്കോട്ട് പോയതായി കണ്ടവരുണ്ട്. മരണ സ്പീഡിലായിരുന്നു അത്രേ. പോലീസ് എന്തായാലും വളരെ കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അമ്മാവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ട് പോകാനും നിവൃത്തിയില്ല. ആ, എന്തായാലും ഞാനിത് കണ്ടുപിടിച്ചടങ്ങും. ഡോക്ടർ, മോൾക്ക് തീരെ വയ്യ. വേദന സഹിക്കാൻ വയ്യാതെ അവളിവിടെ നിലവിളിക്കാണ്. ഇന്നലെ എഴുതി തന്ന ആ ഗുളിയ അത് ഒന്നുകൂടി കൊടുത്തോളൂ, ഉറങ്ങിക്കോളും. അത് വാങ്ങിയിട്ടില്ല. പ്രിസ്ക്രൈബ് ചെയ്യാനല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് തരാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ, എന്റെ ട്രീറ്റ്മെന്റിൽ വിശ്വാസമില്ലേ? അയ്യോ സാർ, അതല്ല. പിന്നെ കാശില്ലാഞ്ഞിട്ടാ. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്ര എക്സ്പെൻസീവ് ആയ ഒരു ഓപ്പറേഷൻ നടത്താൻ പോണത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഹാർട്ട് പേഷ്യന്റ് ആ കുട്ടി. കെയർലെസ് ആയിട്ട് എടുക്കാനാ ഭാവമെങ്കിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, ഏത് നിമിഷവും ആ കുട്ടിക്ക് എന്ത് സംഭവിക്കാം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല. നമ്മൾ പെണ്ണുങ്ങൾ അണിയിച്ചിട്ട് ഒരുത്തരുത് അവർ കളത വീട്ടിൽ ലൈനാക്കി വരരുത്. ഇയാൾ എങ്ങടാ ഈ പോണേ? റോഡല്ലേ? അത് ശരി. നിക്ക് നമ്മുടെ കള്ളത്തരം ആ പോണവൻ കണ്ടുപിടിച്ചോന്ന് സംശയം. പിന്നെ താൻ ഇങ്ങനെ തുറന്നു പിടിച്ചാൽ നീ ആൾക്കാർ സംശയിക്കില്ലേ? മൂടട്ടെ. ഡ്രൈവർ, വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. ആരെ ഇറങ്ങാൻ സമ്മതിക്കരുത് വഴിക്ക്. സാറേ, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. കവിതയെ തട്ടിക്കൊണ്ടുപോരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. എന്താ ജീപ്പിലേക്ക് എത്തി നോക്കുന്നത്? കഴിയുണ്ടോ നോക്കുക. കൂട്ടിക്കൊണ്ടുവരണോ പൊക്കണം? വെയിറ്റ് നോക്കാൻ പറ്റണോ? രണ്ടും കൂടി കള്ളുഷാപ്പ് ഒന്നും അറിയില്ലാരും. എന്റെ വിദ്യാലയത്തിന്റെ പ്രതിച്ഛായ നിങ്ങൾ തകർത്തില്ലേ? ഈ വർഷം 100% വിജയം ഞാൻ എങ്ങനെ കൊയ്യും? കൊയ്യുന്ന വയലിൽ പോയി കൊയ്യാൻ മതി. അവന്റെ ഒരു പേക്കാരുടെ കുന്തം ഇവരറിയാവൂടാ. അങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് പറത്തിയിട്ട 3 വീതികൾ ഇങ്ങോട്ട് നോക്കടാ. ഇവിടെ നോക്ക്. ഇന്നതാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന മത്തങ്ങാ മുഖം. അറിയാവൂടാ? ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ വാ. അങ്ങോട്ട് ചെയ്യടാ. എന്നെ അറിയാവോ? അറിഞ്ഞൂടാ. ഇടിക്കുള്ള അധികം അറിയാം. ഇരുട്ടുമ്പം
അങ്ങ് വന്നേരെ. ആ നിങ്ങളെ ഞങ്ങൾ മാത്രം രീതി വായിച്ചാ പോരാ. നിങ്ങളൊക്കെ പോലീസുകാർക്ക് ട്യൂഷൻ എടുക്കാൻ പോയതാണ്. എന്റെ ഈശോയെ. ഓ തല പൊട്ടിന്ന് തോന്നേ. ഓ നീ ആരാടാ മണവാള ചേർക്കണം? ഊറടമാല അപ്പം മരിക്കാൻ നേരത്തെ കഴിച്ചിട്ട് വന്നതാ. ഏതായാലും ചാൻ പോകണം. മാല ഊരി കൊടുത്താളാ. എന്നാ സാറേ എന്നാ കഴിവുറ മക്കളെ സത്യം പറഞ്ഞോണം. എവിടെ കവിത? എനിക്കറിയില്ല സാറേ. എവിടാ? എനിക്കറിയില്ല സാർ. കഴിവുറ മോനെ, സത്യം പറഞ്ഞിലേക്ക് ചവിട്ടിന്റെ എല്ലിയാ ഓടിക്കും. എന്നെ അറിയാമല്ലോ. പിന്നെ അറിയില്ല. ആരാ തട്ടിക്കൊണ്ട് പോയത്? ഫയൽമാൻ. ഏത് ഫയൽമാൻ? അവിടെ കൂടെ താമസിക്കുന്ന ഫയൽമാൻ. എന്താണ് പേര്? വിഘ്നേശ്വരൻ പിള്ള. ഈ അക്കൗണ്ട് 1,67,023 രൂപ കണ്ട പോരല്ലോ. സാർ ഞാൻ ശരിക്കും കൂട്ടിയിട്ടാണ് വരുന്നത്. ഓഹോ, താൻ ഏതുവരെ പഠിച്ചു? ബികോം. എന്നിട്ടാണ് അങ്ങനെ തെറ്റിച്ച് കണക്ക് കൂട്ടുന്നത്? പോയി ശരിക്കും കൂട്ടിയ ചോരൂ. ആ, നിങ്ങൾ എന്തിനാ നിൽക്കുന്നത്? രണ്ടിലൊരു തീരുമാനം എനിക്ക് ഇപ്പം അറിയണം. അങ്ങനെ പറയരുത് സാർ. എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷപ്പെടുത്തണം. ഷടാ, ചക്കാത്തിന് ചികിത്സിക്കാൻ ഇത് ധർമാശുപത്രി ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ നിങ്ങൾ ഇതുവരെയുള്ള കാശ് അടച്ച് ഡിസ്ചാർജ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉടൻ തന്നെ ഓപ്പറേഷനിലുള്ള കാശ് അടയ്ക്കാം. രണ്ടിലൊന്നും ഉടൻ ചെയ്യണം. സാർ, ഒരാഴ്ചക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി തരാം. ഓപ്പറേഷൻ മുടക്കരുത് സാർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബോംബെയിൽ നിന്ന് വരുന്ന ഡോക്ടർ മുഖർജി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറണമെങ്കിൽ ലക്ഷങ്ങളാ പാക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്, അറിയാമോ? എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ സമയം കളയാതിൽ ഒപ്പിട്. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഫയൽമാൻ ബോംബെയിലോ മറ്റോ മുങ്ങിക്കാണും. പക്ഷേ ശ്രീകുമാർ, നിങ്ങളുടെ വേലക്കാരിയും ഡ്രൈവറെയും ചോദ്യം ചെയ്തിട്ട് ഒരു തുമ്പും വാലും കിട്ടിയിട്ടില്ല. ക്ഷമിക്കണം, നിങ്ങളുടെ വീട്ടിൽ വല്ല വഴക്കോ പിണക്കവോ വല്ലതും? സാർ അതിന് വഴിയില്ല. ഒരുപക്ഷെ വരാൻ IAS-കാരനായതുകൊണ്ട് വല്ല രാഷ്ട്രീയ വൈരാഗ്യമോ അങ്ങനെ വല്ലതും. അങ്ങനെയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അമ്മ അസുഖം ഭേദമാട്ടെ. സാർ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം സാർ. അമ്മാവൻ ജീവിക്കുന്നത് തന്നെ കവിതയ്ക്ക് വേണ്ടിയാ. ബോധം വരുമ്പോഴേക്കും അവളെ കണ്ടിട്ടില്ലെങ്കിൽ. ഡോൺ ബി സില്ലി, നമുക്ക് അന്വേഷിക്കാടോ. പിന്നെ ആ കൂട്ടുകാരുടെ പേരെന്തുവാ? സുമതി. സുമതി. ഞങ്ങൾക്ക് ചില സത്യങ്ങളൊക്കെ അറിയാനുണ്ട്. കവിത ഏറ്റവും അടുത്ത കൂട്ടുകാരെ നിലയ്ക്ക് സുമതി ഞങ്ങളെ സഹായിക്കില്ലേ? അതിനെന്താ സാർ, തീർച്ചയായും. മോൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്. അവൾ എല്ലാ കാര്യങ്ങളും സുമതിയോട് തുറന്നു പറയാറില്ലേ? ഉവ്വ്. കവിതയ്ക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ? ഐ മീൻ ഈ ലവ്? പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ബന്ധമുള്ളതായി എനിക്കറിയില്ല. ആ, ഏതോ ഒരു തമ്പുരാനെ കുറിച്ച് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഏത് തമ്പുരാൻ? ഏതോ ഒരു പൊന്നു തമ്പുരാൻ. അവൾ അങ്ങനെയാ പറയാറ്. ആരാത്? സംസാരിക്കാറുണ്ടെന്നും ഒക്കെ അവള് പറയുമായിരുന്നു. ഞാനത് തമാശയായിട്ട് എടുത്തിരുന്നേ.
കല്യാണ ദിവസം പെൺകുട്ടി തട്ടിക്കൊണ്ട് പത്രത്തിൽ കണ്ടില്ലേ? ആ കുട്ടിയാണത്രേ. ആഭരണങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊന്നു പുഴയിലെറിഞ്ഞതാവും. ഇതിപ്പോ ഒരു പതിവായിരിക്കുക. പിന്നല്ല അതൊന്ന് മാറിക്കേ. ഒന്ന് മാറി പിള്ളേരെ, ഒന്ന് മാറി, ഒന്ന് മാറി. പ്രശ്നം ഇതാ. കുഞ്ഞെ, അഴിമുഖത്തൊരു ശവം, അഴിമുഖത്തൊരു പെൺകുട്ടിയുടെ ശവം പൊന്തിയിട്ടുണ്ടത്രേ. നാട്ടുകാരെ മുഴുവൻ പറയണത് നമ്മുടെ കവിത കുഞ്ഞിൻ്റെതാണെന്നാ. രാവണേട്ടൻ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്തായാലും അമ്മാവൻ അറിയണ്ട. വാ നമുക്കൊന്ന് പോയി നോക്കാം. പോകാം. പുഴയൊരു ത്രാപ്പെടുത്തിയ കൊലപാതകം എഴുതിയാലും ഒരു എരിവിളി കൊണ്ടാവും. ഇല്ലെങ്കിൽ മണൽത്തരികളുടെ രോമാഞ്ചം എന്നാക്കിയാലോ? ഫോട്ടോ എടുത്തോളൂ. ഈ മണൽത്തരികളിലായിരുന്നിരിക്കണം ആ കുട്ടി അവസാനമായി ഇരുന്നത്. അങ്ങോട്ട് മാറിക്കടാ. ഇത് വേറെ കേസാ.